നമസ്കാരം. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലെ ഒമിദ് അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിന് നേരെ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ രാവിലെ പുറത്തുവന്നിരുന്നു. മാർച്ച് 16 രാത്രിയിൽ നടന്ന ഈ ദാരുണ സംഭവത്തെ ഇന്ത്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിനനുസരിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ സിവിലിയന്മാർ ചികിത്സയിൽ കഴിയുന്ന ഒരു ആശുപത്രിയെ ലക്ഷ്യം വെച്ചായിരുന്നു പാകിസ്ഥാന്റെ ഈ ക്രൂരമായ ആക്രമണം. നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവം ഭീരുത്വപരമായ നടപടി എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു സൈനിക ലക്ഷ്യവുമില്ലാതെ രോഗികൾ കഴിയുന്ന ഒരു ചികിത്സാ കേന്ദ്രത്തെ ആക്രമിച്ചതിനെ ന്യായീകരിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ ഇന്ത്യ തുറന്നു കാട്ടുന്നു. ഒരു വൻ കൂട്ടക്കൊലയെ സൈനിക നീക്കമായി ചിത്രീകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഈ ആക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാനും ശ്രദ്ധ തിരിക്കാനും അതിർത്തിക്ക് പുറത്ത് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത് അവരുടെ പതിവ് ശൈലിയാണെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി. ഈ നീക്കം പ്രാദേശിക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സമാധാനകാംക്ഷികളായ രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ ഇത്തരം പെരുമാറ്റം വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം ഇസ്ലാം മത വിശ്വാസികൾ പുണ്യമാസമായി കരുതുന്ന റംസാൻ മാസത്തിലാണ് ഈ ക്രൂരത അരങ്ങേറിയത് എന്നാണ്. സമാധാനത്തിന്റെയും കരുണയുടെയും മാസത്തിൽ രോഗികൾക്കും നിസ്സഹായർക്കും നേരെ ബോംബ് വർഷിച്ചത് ഒട്ടും അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. മതപരമായ മൂല്യങ്ങളോ മാനുഷിക നിയമങ്ങളോ പാലിക്കാതെയാണ് ഈ ആക്രമണം നടന്നതെന്ന് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പാകിസ്ഥാനെ ഇതിന് മറുപടി പറയാൻ നിർബന്ധിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നു. അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നും ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബ അംഗങ്ങളോട് ഇന്ത്യ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ കുറിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.